നമസ്കാരം. 2 മാസമായി ഇന്ത്യ തുടരുന്ന ഉള്ളിക്കയറ്റുമതി നിരോധനം പ്രവാസികളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. കയറ്റുമതി നിരോധനം വഴി വന്ന വൻ വിലവർധനയും കിട്ടുന്ന ഉള്ളികൾക്ക് ഗുണനിലവാരമില്ലാത്തതും പ്രവാസികൾക്ക് തിരിച്ചടിയാവുന്നുണ്ട്. ഇതിനു പുറമെ അരിക്ക് നേരത്തെ ഏർപ്പെടുത്തി 20% കയറ്റുമതി തീരുവ അനിശ്ചിതമായി നീട്ടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനവും പ്രവാസികൾക്ക് തിരിച്ചടിയാകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രവാസി ശബ്ദം ഇന്ന് പരിശോധിക്കുന്നത്. താങ്ങുമോ അധിക ചെലവ്? സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് സാമൂഹ്യ പ്രവർത്തകൻ റൌഫ് കൊണ്ടോട്ടി, അഭിഭാഷകൻ അജയ് കുര്യാക്കോസ് എന്നിവരാണ്. ആദ്യം റൌഫിലേക്ക്. റൌഫ്, അധിക ചെലവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രവാസികളെ സംബന്ധിച്ച് എങ്ങനെയാണ് ജീവിതം, അതും സാധാരണ പ്രവാസികൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചെലവിനിടയിൽ എന്നൊക്കെയുള്ളതിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ട്. അപ്പോഴാണ് ഈ കയറ്റുമതിയിലെ നിയന്ത്രണം വന്നത്. അത് പ്രവാസികൾക്ക് ഇപ്പം നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം മാറ്റുക എന്നുള്ളത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അത് പ്രവാസികളെ എത്രത്തോളം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്? ഈ ഉള്ളി കയറ്റുമതി, അതുപോലെ അരി എന്നിവയ്ക്കുള്ള ക്ഷാമവും കുത്തനെ കയറിയ വിലക്കയറ്റവും. നമുക്ക് പറയാവുന്നത് നമ്മുടെ രാജ്യത്തിലുള്ള ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഏതൊരു നിയമം, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിലെല്ലാം പ്രവാസികളെ വളരെ രൂക്ഷമായി ബാധിക്കുന്നുണ്ട്. ഒരു നയനിലപാട് എടുക്കുന്ന സമയത്ത് പ്രവാസികളെ കൂടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം ഇത്തരം നിലപാടുകൾ എടുക്കേണ്ടത് എന്നുള്ള ഒരു രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, വെറും ഖത്തറിലൊക്കെ 2 റിയാൽ മാത്രമായിരുന്ന ഇന്ത്യൻ ഉള്ളി എന്ന് പറയുന്ന ഒരു സാധനത്തിന്, അത് തന്നെ ഏറ്റവും ചീത്തയായ ഉള്ളിക്ക് പോലും 8 റിയാൽ വരെ കൊടുക്കേണ്ട ഗതികേട് നമുക്ക് വരുന്നുണ്ട്. 4 ഇരട്ടിയാണ് ആളുകൾക്ക് ഈ കാര്യത്തിൽ മാത്രമുള്ളത്. അതുപോലെ തന്നെ ബസ്മതി അരി നേരത്തെ തന്നെ ഉണ്ടായിരുന്ന നിരോധനം വന്ന സമയത്ത് എത്രയായിരുന്നു അതിന്റെ വില പോയത്? ഇപ്പോ അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കഴിക്കുന്ന പുഴുക്കല്ലരിക്ക് ഇപ്പോ 20% വീണ്ടും ഈ ഇമ്പോസ് ചെയ്തത് നീട്ടുകയാണ്. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പ്രവാസി സമൂഹം കൃത്യമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. നമ്മൾ ഇതോടുകൂടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡോളർ അല്ലെങ്കിൽ റിയാലുകൾ അല്ലെങ്കിൽ വിദേശ വിനിമയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ രൂപയുടെ മൂല്യശോഷണം സംഭവിച്ച സമയത്തും ക്രമാതീതമായിട്ട് വില കൂടുകയാണ്. ഇപ്പൊ നേരത്തെ ഇന്ത്യയുടെ രൂപക്ക് വെറും 10 രൂപ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ പച്ചക്കറികൾ, ഇന്ത്യൻ പച്ചക്കറികൾ എന്ന് പറയുന്നത് വെറും 8 റിയാലിനും 7 റിയാലിനും ഒക്കെ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇന്നത് 12ഉം 13ഉം. അതിൽ വളരെ രസകരമായി പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല്, നമ്മുടെ നാട്ടിൽ വെറുതെ ഒഴിവാക്കി പോകുന്ന ചക്കക്കുരുവിനാണ് ഏറ്റവും കൂടുതൽ വില എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്നതുപോലെ ഇപ്പോ ആ ഒരു രൂക്ഷമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, നമുക്കറിയാവുന്നതുപോലെ ഇപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോ ഒരു ഉദാഹരണത്തിന് കോഴിക്കോട് എയർപോർട്ട് വഴി നിപ്പ ബാധിച്ചു എന്നുള്ളത് കൊണ്ട്, അതായത് നിപ്പയുടെ ഒരു ചെറിയ ഒരു അംശം വന്നു എന്നുള്ളതിന്റെ പേരിൽ എത്രയോ മാസങ്ങളാണ് കോഴിക്കോട് എയർപോർട്ട് വഴിയുള്ള കയറ്റുമതി നിരോധിച്ചത്. അതായത് പച്ചക്കറിയും അതുപോലെ ഉള്ള അവശ്യ വസ്തുക്കളുടെ നിരോധനം ഏർപ്പെടുത്തി ഇപ്പൊ ഒരു മാസം, 1.5 മാസം 2 മാസത്തോളായിട്ടുള്ളൂ ഇപ്പൊ അത് പുനഃസ്ഥാപിച്ചിട്ട് എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സമയത്ത് മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യക്കാർ മാത്രമല്ല, ഇപ്പൊ ഉള്ളിയുടെ നിരോധനം വന്ന സമയത്ത് ഇന്ത്യയുടെ രാജ്യങ്ങളും എല്ലാം കഷ്ടപ്പെട്ടു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബംഗ്ലാദേശിനും ബഹ്റൈനും ഒക്കെ അല്പം ഉള്ളി കൊടുക്കുക എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഒരു ആഗോള വൽക്കരണം അല്ലെങ്കിൽ ഒരു ആഗോള വിപണി എന്നുള്ള നിലക്ക് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ ഇത് ഇന്ത്യയിൽ ഒരു പക്ഷേ അതിനനുസരിച്ചുള്ള ഇൻഫ്ലേഷന് കൺട്രോൾ ചെയ്യാനേ എന്നൊക്കെ പറയുമ്പോഴും അതേസമയത്ത് നമ്മൾ മനസ്സിലാക്കണം, ഉള്ളിയുടെ കർഷകര് രാജ്യത്ത് പ്രക്ഷോഭത്തിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ കയറ്റുമതി നിലയ്ക്കുന്നതോടെ ഉള്ളി കർഷകർക്കുണ്ടാവുന്ന അത് തിരിച്ചടി, അത് വേറെ വിഷയം തന്നെയാണ്, വലിയ ചർച്ചയാകേണ്ട കാര്യം തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അജയ് കുര്യാക്കോസ്, ഇത് പ്രവാസികളെ കൂടി പരിഗണിച്ചു വേണ്ട ഇത്തരത്തിൽ കയറ്റുമതി തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഏത് രാജ്യത്തുള്ള പ്രവാസികളാണെങ്കിലും അവരെ കൂടി പരിഗണിച്ചു വേണ്ടേ ഇവിടെ ഈ തീരുമാനങ്ങളെല്ലാം സർക്കാർ എടുക്കാൻ എന്നതാണ് പരിശോധിക്കണമെന്ന് തോന്നുന്നു. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഈ പരിശുദ്ധ റമദാൻ ആരംഭിക്കാൻ പോവുകയാണ്, അതിന്റെ നോമ്പ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോ ഈ ഒരു സമയത്ത് പ്രവാസികളെ സംബന്ധിച്ച് പ്രവാസികൾ എപ്പോഴും ആശ്രയിക്കുന്നത്, നമുക്കറിയാം ഇന്ത്യയിൽ നിന്നുള്ള, എസ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ ധാരാളമായിട്ടുള്ള ഒരു വർധനവ് ഈയിടെയായിട്ട് പ്രത്യേകിച്ച് UAE പോലുള്ള രാജ്യങ്ങളിൽ, അതല്ലെങ്കിൽ GCC രാജ്യങ്ങൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്.
അപ്പൊ ഇവരെല്ലാം ആശ്രയിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള അതല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള വിഭവങ്ങൾ കയറ്റി അയച്ച് അവർ കിട്ടുന്ന വിഭവങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യുന്ന വിഭവങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ വിഭവങ്ങളുടെ ഉപയോഗം ഏറ്റവും കൂടുതൽ വരുന്ന ചില മാസങ്ങളാണ് ഈ വരുന്ന രണ്ട് മൂന്ന് മാസങ്ങൾ. വിഷു വരാൻ പോകുന്നു, റമദാൻ വരാൻ പോകുന്നു, റമദാൻ നോമ്പ് ആരംഭിക്കുന്നു. അപ്പോ ഇതെല്ലാം പിന്നെ മാത്രമല്ല ഇപ്പൊ ക്രിസ്ത്യാനികളാണ് സംബന്ധിച്ച് അവർക്ക് ഈസ്റ്റർ നോമ്പ് ആരംഭിക്കുകയാണ്. അപ്പൊ പച്ചക്കറികൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നടത്തുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ നമുക്കറിയാം കർഷക സമരം നടക്കുകയാണ് ഡൽഹിയിൽ. കർഷകർ ഇപ്പോൾ ഡൽഹിയിൽ സമരം നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് കിട്ടേണ്ട ആനുകൂല്യം MSP പോലുള്ള കാര്യങ്ങൾ ഒരു തീരുമാനമെടുക്കണമെന്ന് പറയുകയാണ്. അപ്പൊ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നുള്ള ഒരു പോളിസിയാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം റാവു സാർ പറഞ്ഞതുപോലെ ഏറ്റവും നോമിനൽ ആയിട്ടുള്ള ഒരു സാധനമാണ് സവാള അല്ലെങ്കിൽ ഉള്ളി. ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഷാലറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റി വെക്കാം, അത് അത്യാവശ്യമില്ലെങ്കിലും സവാള എന്ന് പറയുന്ന വലിയ ഉള്ളി ഒണിയൻസ് അത് ഇല്ലാതെ ഒരു കറി വെക്കാനും ഇവിടെ ഒരാൾക്കും സാധിക്കില്ല, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച്. അതല്ലെങ്കിൽ പഞ്ചാബികളൊക്കെ അവരൊക്കെ ഇത് അവരുടെ ഭക്ഷണത്തിന്റെ ഒരു നമുക്ക് അരി പോലെയാണ് അവർക്ക് സവാള എന്നൊക്കെ പറയുന്നത്. അവരത് ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. അപ്പൊ അത്തരം ഉള്ളികളുടെയൊക്കെ അതുപോലെ ബസ്മതി അരി ഇതിന്റെയൊക്കെ കയറ്റുമതി തടയുക എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇത് കർഷകരെ ദ്രോഹിക്കുക എന്നുള്ള രീതിയിലാണ്. കർഷകർക്ക് ഏകദേശം ഒരു കണക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചത് 1100 കോടി രൂപയോളം നഷ്ടത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം തക്കാളി, ഇനിയിപ്പോ തക്കാളിയുടെ സീസണാണ് ഇപ്പൊ വരാൻ പോകുന്നത്, തക്കാളി കയറ്റുമതി ഇല്ലാതിരിക്കുക. ഇപ്പൊ ഇതൊക്കെ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ കർഷകരെ ദ്രോഹിക്കുക എന്നുള്ള ഒരു നയമാണുള്ളത്. കർഷകരില്ലെങ്കിലും ഞങ്ങൾക്ക് ഈ വരുന്ന ലോക്സഭ തെരഞ്ഞെടുപ്പിലേക്കും ഇതൊക്കെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഞാൻ പറയുമ്പോൾ രാഷ്ട്രീയമാണ് പറയുന്നത്, പക്ഷെ രാഷ്ട്രീയമല്ല, ഇതിൽ പ്യൂർലി രാഷ്ട്രീയം തന്നെയാണ് ഉള്ളത്. അല്ല, അവർക്ക് ഇവിടെ വേറെ ടെൻഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പം നമുക്ക് കഴിഞ്ഞ ബജറ്റ് നോക്കിയാൽ തന്നെ അറിയാം നിർമ്മല സീതാരാമൻ എത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് ഒന്നും കൊടുക്കാതെ ചെയ്തത് മാത്രം പറഞ്ഞുകൊണ്ട് പോയതെന്നുള്ളത് നമ്മൾ കണ്ടതാണല്ലോ. അടുത്ത ബഡ്ജറ്റിൽ കാണാം. അടുത്ത ബഡ്ജറ്റിൽ ഞങ്ങൾ ഇതൊക്കെ അവതരിപ്പിക്കാമെന്ന് പറയാം. അപ്പൊ അടുത്ത ബഡ്ജറ്റ് ഞങ്ങൾ തന്നെ അവതരിപ്പിക്കുമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടല്ലോ. ആ ഓവർ കോൺഫിഡൻസ് ആണ് ഇപ്പൊ ഇതൊക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പ്രവാസികളെ സംബന്ധിച്ച് പ്രവാസികൾക്ക് ഇപ്പൊ നമുക്ക് കിട്ടാനുണ്ട്. ഇപ്പം നമുക്കിപ്പോ തുർക്കിയുടെ അതല്ലെങ്കിൽ ഇറാന്റെ ഒക്കെ സവാള കിട്ടുന്നുണ്ട്. പക്ഷെ അതും നമ്മുടെ സവാളയുമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അത് ഉപയോഗിക്കുന്നവർക്കേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചൈനയിൽ നിന്ന് ഇഞ്ചി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇറാനിൽ നിന്ന് തക്കാളി വരുന്നുണ്ട്. ഇതിനും നമ്മുടെ തക്കാളി, ഇന്ത്യയിൽ നിന്ന് വരുന്ന തക്കാളി, ഇന്ത്യയിൽ നിന്ന് വരുന്ന പൊട്ടറ്റോ, ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ പച്ചക്കറികൾ മാത്രമല്ല, അരി തന്നെയായാലും ബസ്മതി, ഇപ്പൊ ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞു വരുന്ന ഒരു അരിയുണ്ട്, അത് ബ്രാൻഡിന്റെ നെയിമാണ്, എങ്കിലും അത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു അരിയാണ്. നേരെ മറിച്ച് അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അരി വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പൊ ഇന്ത്യക്കാരെ മാക്സിമം ദ്രോഹിക്കുക, ഇത് ഇന്ത്യയിലെ കർഷകരെ ദ്രോഹിക്കുക, ഒപ്പം തന്നെ ഇന്ത്യയിൽ പുറത്തുള്ള പ്രവാസികളെ ദ്രോഹിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കയറ്റി അയക്കുന്നത്? അതാണ് ആ രണ്ട് വിഭാഗമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്നുള്ളതാണ്. പക്ഷെ കർഷകരുടെ ബുദ്ധിമുട്ടോളം വരില്ല പ്രവാസികൾ ഈ അനുഭവിക്കുന്ന കാര്യങ്ങൾ. അവർക്ക് പൈസ മുടക്കാനുണ്ട് എന്നെങ്കിലും ചിന്തിക്കാം, വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും. പക്ഷേ ഒരു കാര്യം കൂടി പറയാനകത്ത് ഇപ്പൊ ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയുന്നത്, ഇപ്പം നമ്മുടെ സവാളയും അതുപോലെ തന്നെ നമ്മുടെ അരിയും ഒന്നും മറ്റു രാജ്യങ്ങൾ, ഇപ്പൊ ഈജിപ്ത്, സുഡാൻ, അതുപോലെയുള്ള UAE-യിലും GCC രാജ്യങ്ങളിലും കൂടുതലായിട്ട് ഉള്ള എക്സ്പാട്രിയേറ്റ്സ് ഉള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞു മാത്രം. ഈജിപ്ത്, സുഡാൻ അത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് നമ്മുടെ അരിയോ നമ്മുടെ പച്ചക്കറിയോ ഇല്ലെങ്കിലും അവർക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ ഈ സാധനങ്ങൾ കയറ്റി അയക്കുന്നത് പ്രധാനമായിട്ടും ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പാട്രിയേറ്റ്സിന് വേണ്ടിയിട്ടാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ വില കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികളാണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് പ്രവാസികളെ ദ്രോഹിക്കുക, ഒപ്പം ഇന്ത്യയിലുള്ള കർഷകരെ ദ്രോഹിക്കുക എന്നുള്ള ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പറയൂ. ഓക്കെ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റൌഫ്, ഇവിടെ ഈ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ആവശ്യമായ ഇത്തരം നടപടികളൊക്കെ കൈക്കൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇത് ആരെയാണ് ബാധിക്കുക എന്നതൊക്കെ. അതിലൊന്നും കൃത്യമായൊരു ഇപ്പം ഇലക്ഷൻ മുമ്പിൽ കണ്ടുകൊണ്ടെന്ന് നേരത്തെ ശ്രീ അജയ് കുര്യാക്കോസ് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യമുണ്ട്, ഇവിടെ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ. അതും കഴിഞ്ഞ 2 മാസമായിട്ട് ഈ കയറ്റുമതി നടക്കുന്നില്ല എന്നുള്ളതൊന്ന്. ഇപ്പം ചെറിയൊരു ഇളവ് മാർച്ചിൽ വരെ ഉള്ളത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഭാഗികമായിട്ട് അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കയറ്റുമതിയിൽ.
എങ്കിൽ പോലും പൂർണ്ണമായിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പം ഈ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന് ആവശ്യമായിട്ട് ഇത്തരം നടപടിയൊക്കെ കൈക്കൊള്ളുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ശ്രദ്ധിക്കേണ്ടതില്ലേ? പ്രവാസി സമൂഹത്തിനെ അങ്ങനെ അങ്ങ് അവഗണിക്കാനും കണ്ടില്ലെന്ന് നടിക്കാനും ഒക്കെ സാധിക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ പറയുന്നത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ 2023 ഓഗസ്റ്റ് മുതൽ 40% എക്സ്പോർട്ടിന് അവര് സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 40%. അതിന് പുറമെയാണിത്. ആ 40% ഉയർത്തിയപ്പോൾ തന്നെ നമ്മൾ എത്ര അനുഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പോ അതും ഒഴിവാക്കിക്കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. എന്റെ സഹോദരൻ അഡ്വക്കേറ്റ് അജയ് കുര്യാക്കോസ് പറഞ്ഞ പോലെ ഇപ്പൊ നമുക്കറിയാം ഇവിടൊക്കെ ഉള്ള ഓരോ കടകളും ഇപ്പൊ ഇന്ത്യക്കാർ നടത്തുന്ന കടകൾ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നടത്തുന്ന കടകൾ എന്ന് പറഞ്ഞാൽ ആ രാജ്യക്കാർ ഇവിടെ അധ്വാനിക്കുന്ന പണം ആ രാജ്യക്കാർ തന്നെ അവരുടെ നാട്ടിലുള്ള സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി തന്നെയാണ് അവരൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ കഴിക്കുന്നത് നമ്മൾ വേറൊരു രാജ്യത്താണെങ്കിൽ ഇവിടെ ആണെങ്കിൽ പോലും നമ്മൾ കഴിക്കുന്നത് പോലും അങ്ങനെയാണ്. ഇപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞ നോസ്റ്റാൾജിക് ബിസിനസ് പോലും ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് ഇപ്പോ അതിശയോക്തിയാണെന്ന് തോന്നും. ഇവിടെ ഖത്തറില് ഒരു പഴങ്കഞ്ഞി ഇപ്പൊ നാട്ടിലെ പോലെ പഴങ്കഞ്ഞി അതിൽ മുളകിട്ടിട്ട് ഞെരടി കഴിക്കുന്ന പഴങ്കഞ്ഞിക്ക് 15 റിയാലും അതേ സമയത്ത് നല്ല ബിരിയാണിക്ക് വന്നിട്ടുള്ള നല്ല മട്ടൻ ബിരിയാണിക്ക് അല്ലെങ്കിൽ ഒരു ചിക്കൻ ബിരിയാണിക്ക് അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാണ് എന്നുള്ളതാണ് ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം. അത്രത്തോളം നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ പ്രവാസികൾ എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ ഇപ്പൊ ഈ ഉള്ളി ശരിക്കും നമ്മളെ കരയിപ്പിച്ചു. പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പൊ ഈ റെസിഷന്റെ കാലങ്ങള്, പ്രശ്നങ്ങള്, ജോലിയില്ലാത്ത വിഷയങ്ങള്, ഇതിലൊക്കെ എവിടെ പോകും എന്നുള്ളത് പോലും അറിയാതെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാലറിയാം ഇത് നമ്മുടെ രാജ്യത്തിലേക്ക് തന്നെയുള്ള റെമിറ്റൻസിനെയാണ് ബാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10 രൂപ മാത്രം നമ്മുടെ റിയാലിന് ഉണ്ടായിരുന്ന സമയത്ത് 8 റിയാലിന് കിട്ടിയിരുന്ന സാധനം ഇപ്പോ ഒരു റിയാലിന് 23 രൂപ കിട്ടുന്ന സമയത്താണ് നമ്മൾ അതിന് 14 റിയാലോളം കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എവിടെയാണ് ശരിക്കും നമ്മുടെ ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുള്ളത്? ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് തന്നെ വലിയ രീതിയിൽ തിരിച്ചടി, അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണി സാധ്യത എന്നുള്ളതിൽ പോലും സാധ്യതകൾ ഇപ്പൊ നമുക്കറിയാം. ഉള്ളി കയറ്റുമതിയിലൂടെ മാത്രം $540 ബില്യൺ വരെ അതിന്റെ ബിസിനസ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആ അത്രയും വലിയൊരു ബിസിനസ്സാണ് ഒരേ സമയത്ത് പിന്നെ ഇതിന്റെ പേരിൽ നമുക്ക് ഇല്ലാതായി പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് ഇപ്പൊ പല രാജ്യങ്ങൾക്കും വ്യത്യസ്തമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോ ഉദാഹരണത്തിന് മീൻ അതുപോലുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വരുന്ന പല കാര്യങ്ങളും നമ്മൾ കഴിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ടും കുറച്ചും കൂടെ ലാഭകരമായിട്ടും നടത്തിയിരുന്ന പല സംഗതികളും ഒരു പക്ഷേ ഇവിടുത്തെ ഏതെങ്കിലും ഇൻസ്പെക്ഷൻ കാരണമോ മറ്റു ഇവിടുത്തെ ചില നിയമങ്ങൾ കാരണമോ താൽക്കാലികമായ നിരോധനം ഏർപ്പെടുത്തി വന്നതിന് ശേഷം വീണ്ടും അതൊരു നമ്മുടെ ഒരു ഗവൺമെന്റ് ടു ഗവൺമെന്റ് തലത്തിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ഇതിന് പരിഹരിക്കാനുള്ള മാർഗങ്ങളോ ഇല്ലാതെ വർഷങ്ങളോളം ആ ഉൽപ്പന്നങ്ങൾ ലഭിക്കാതെ പോകുന്ന ഒരു അവസരം, അതുപോലെ തന്നെ ഇന്ത്യക്ക് വിദേശ നാണ്യം ലഭ്യമാകുന്ന കാര്യത്തിലുള്ള ഒരു പുറകോട്ട് പോക്കും ഒക്കെ വരുന്നത് കൊണ്ട് ഇന്ത്യയുടെ സ്ഥാനം ഒരു പക്ഷേ മറ്റു രാജ്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് അവർക്ക് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ സിറിയയിൽ നിന്നോ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈജിപ്തിൽ നിന്നോ മറ്റുള്ളവരോ അതിലേക്ക് ആളുകൾ സ്വിച്ച് ഓവർ ചെയ്യുകയും ഇന്ത്യന്റെ കാര്യങ്ങൾ പിന്നീട് പുറകോട്ട് പോവുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റായി പോലും മാറാവുന്ന ഒരു സാധ്യത അത് ഒരു വശത്ത് അവിടെ നിലനിൽക്കും. അതുപോലെ തന്നെ മുൻനിര സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്ന ഉള്ളി പോലെയുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ കയറ്റുമതി നിരോധനമൊക്കെ വരുമ്പോൾ അത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കർഷകരെ ബാധിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഇന്ത്യയിൽ നിന്ന് പോകുന്ന സാധനമാണ്. അത് വലിയ നഷ്ടം തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതെ, അതിപ്പോ നമുക്കറിയാം. ഇപ്പൊ മറ്റൊരു സംഭവം കൂടെ അതിനോടുകൂടെ ചേർത്ത് പറയേണ്ടത്, നമ്മുടെ ആളുകള് പല ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ആഡഡ് ആക്കാതെ ഇപ്പൊ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാല് നമ്മളെ കേരളത്തിൽ നിന്നുണ്ടാവുന്ന തേങ്ങ തന്നെയാണ്. നമുക്കറിയാം നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു എന്നൊക്കെ പറയുന്ന അവിടുന്ന് വരുന്ന ഒരു തേങ്ങ മാത്രമാണ് നമുക്ക് 2 റിയാലിനോ കിട്ടുന്നത്. ഇതേ തേങ്ങയുടെ വെള്ളം, അതാണ് രസം, ഇതേ തേങ്ങയുടെ വെള്ളം അല്ലെങ്കിൽ ഇളനീരിന്റെ വെള്ളം അത് തായ്ലാന്റ് പോലുള്ള രാജ്യങ്ങള് അത് വളരെ നന്നായിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ട് മറ്റു ബോട്ടലുകളും മറ്റും വരുമ്പോൾ അതിന് 6 റിയാലും 7 റിയാലും ഒക്കെ സ്വാഭാവികമായിട്ട് എല്ലാ രാജ്യക്കാരുമായി കഴിക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ നാടിനെ ഇത്തരം എക്സ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ കർഷകർക്ക് അവർക്ക് സഹായകമാകുന്ന രീതിയിൽ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ വലിയ വിഭാഗമായ കർഷകരെ സഹായിക്കുന്നതോടൊപ്പം തന്നെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി. അപ്പൊ നമുക്കറിയാം നമ്മളെ രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെ തന്നെയാണ് ലോകം പല കാര്യങ്ങൾക്കും ഉറ്റുനോക്കും. നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്താണ് നമ്മൾ കരിഞ്ചന്ത എന്നുള്ള പ്രയോഗം നമുക്കുണ്ടാകുന്നത്. റേഷൻ മാത്രം
കൊണ്ടുവരികയും പുറത്തുനിന്ന് വാങ്ങുന്ന അരികൾക്ക് ഇപ്പോഴും നമ്മളൊക്കെ കരിഞ്ചന്തയിലെ അരി എന്ന് പറയുന്ന ഒരു പ്രയോഗം പോലും ഉണ്ടായത് ആ ഭാഗത്തു നിന്ന് മാറിയിട്ടുണ്ട്. നമ്മുടെ നാട്ടില് ഈ കാർഷിക വിപ്ലവം വഴി ഇന്ദിരാഗാന്ധിയൊക്കെ കൊണ്ടുവന്ന കാർഷിക വിപ്ലവം വഴി ഇന്ന് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ അത്തരം അരികളും മറ്റെല്ലാ സാധനങ്ങളും കയറ്റി അയക്കുന്ന ഒരു രാജ്യമാവുകയും അവരുടെ പ്രൊഡക്ഷന് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഏറ്റവും ഗുണനിലവാരമുള്ള സാധനങ്ങൾ കയറ്റി നമ്മൾ എന്ത് ഇവിടെ കഴിക്കുന്നു എന്നുള്ളതല്ല, ഇവിടെ എത്രത്തോളം മായം ചേർക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനേക്കാളപ്പുറം. അതെ, ഞാൻ വരാം. ശ്രീയാജി കുര്യാക്കോസ്, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ഇപ്പം അമേരിക്കയിൽ നിന്നും ഒക്കെ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട്, ഇല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അവസ്ഥയുണ്ട് പലരും. അവിടെയാണ് ഏറ്റവും മികച്ചത് കിട്ടുന്നത് എന്നുള്ളത് കൊണ്ടായിരിക്കാം. അതിനപ്പുറത്തേക്ക് ഇവിടെ ഇപ്പോൾ ഒരു റിയാലിറ്റിയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അവിടെ പ്രവാസികൾ, ഇപ്പം നമുക്കറിയാം കോവിഡിന് ശേഷം എത്ര പേർക്ക് ജോലി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജീവിത സാഹചര്യം എങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. അപ്പം ആ സാഹചര്യത്തിൽ പോലും ഇവർക്ക് ഇരുട്ടടി ആകുന്നത് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്, അതും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ രാജ്യം എടുക്കുന്ന തീരുമാനങ്ങളുടെ ഇല്ലെങ്കിൽ നിരോധനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഇത് ഫേസ് ചെയ്യേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്ന, പേഴ്സണലി താങ്കൾക്കുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് എത്രത്തോളമാണ്? ഇപ്പം നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രളയമോ അതുപോലെ തന്നെ നാട്ടിൽ എന്തെങ്കിലും ഒരു കണ്ടിജൻസി ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ മന്ത്രിമാര്, കേന്ദ്രമന്ത്രിമാരും കേരളത്തിലുള്ള മന്ത്രിമാരും, ഞാൻ കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും തന്നെ ആദ്യം ഓടിയെത്തുന്നത് പ്രവാസ സമൂഹത്തിലേക്കാണ്. ഞങ്ങളുടെ സഹായമാണ് അവർക്ക് ആവശ്യം. അതുപോലെ തന്നെ നമ്മുടെ വിദേശ നാണയമാണ് അവരിപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളമായിരുന്നാലും ഇന്ത്യ ആയിരുന്നാലും വിദേശ നാണയത്തെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ പ്രവാസികൾ ഒരു വലിയ ഒരു ധനസ്രോതസ്സാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ വളരെ ഖേദകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രവാസികൾക്ക് ഒരു വിഷമം വന്നാൽ ആ വിഷമത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു തരത്തിലുള്ള നടപടികളുമില്ല. ഇപ്പോ ഇന്ത്യയിൽ സവാളയ്ക്ക് വില 20 രൂപയാണ്, അല്ല 100 രൂപയാണെന്ന് കൂട്ടുക. അപ്പൊ ഒരു കിലോ സവാളയ്ക്ക് 100 രൂപയായാൽ കരച്ചിലായി, ബഹളമായി, എല്ലാമായി. ഇന്ത്യയിൽ ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള എവിടെയായിരുന്നാലും അവിടെ ജനങ്ങളെല്ലാം സംഘടിക്കുന്നു. കാരണം അവിടെ അവർക്ക് വോട്ടവകാശം ലഭിക്കുന്നുണ്ട്. അവരുടെ വോട്ടുകൾ ഇവർക്ക് വേണം. അപ്പൊ അതിന് വേണ്ടുന്ന സംവിധാനങ്ങൾ ഉടൻ തന്നെ രാഷ്ട്രീയ നേതാക്കൾ വരികയായി, പ്രസ്താവന ഇറക്കുകയായി ഒക്കെ. പക്ഷെ ഇവിടെ ഞങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളെ താങ്ങി നിർത്തുന്ന, ഇന്ത്യയെ താങ്ങി നിർത്തുന്ന വളരെ വലിയ ഒരു ധനസ്രോതസ്സാണ് പ്രവാസികൾ എന്ന് പറയുന്നത്. ഞങ്ങൾ ഈ പ്രവാസികൾ നാട്ടിലേക്ക് പൈസ അയച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങൾ GCC പോലെയുള്ള മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും അധികമായിട്ട് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന പൈസ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഉപയോഗിച്ച് അവസാനിപ്പിക്കാം. ഞങ്ങളിവിടെ ഉരുക്കി പിടിച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന പൈസ നാട്ടിലേക്ക് അയക്കുകയും നാട്ടിൽ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയുടെ വിദേശ നാണയത്തിൽ ഗണ്യമായ ഒരു പങ്ക് പ്രവാസികൾ വഹിക്കുന്നു. ഒപ്പം ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഉടൻ തന്നെ കൈ അയച്ച് സഹായിക്കുന്ന പ്രവാസികൾ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുക, ഇത് ഇന്ത്യ ഗവൺമെന്റ് നടപടി കൊണ്ടാണ് ബുദ്ധിമുട്ടുന്നത്, അല്ലാതെ ഞങ്ങളുടെ സ്വന്തം മാതൃരാജ്യത്തെ നടപടി കൊണ്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നു. അപ്പൊ ഞങ്ങളെ സഹായിക്കുന്നതിനോ ഞങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നതിനോ ഇവിടെ ആരുമില്ല എന്നുള്ളതാണ് അവസ്ഥ. ഇപ്പൊ ഇവിടെ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായിരുന്നാലും അതല്ല ഇതിൽ ഒന്നും പെടാത്ത രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും ശരി, ആരും ഈ ഒരു വിഷയത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. എങ്ങനെയാണ് ഇവിടെ പ്രവാസികൾ ജീവിക്കുന്നത്, അവർക്ക് കിട്ടുന്ന സാധനങ്ങളുടെ ലഭ്യത എത്രത്തോളം, അതിന്റെ വില വർദ്ധിച്ചു, എങ്ങനെ അത് വിലവർദ്ധനവ് നിർത്തലാക്കാം. ഇപ്പൊ ബംഗ്ലാദേശിലേക്ക് കയറ്റി അയച്ചു, അതല്ലെങ്കിൽ ഭൂട്ടാനിലേക്ക് കയറ്റി അയക്കുന്നു, അതല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് സവാള കയറ്റി അയക്കുന്നു. ഇതുകൊണ്ട് എത്രത്തോളം ഇന്ത്യക്കാർക്ക് സഹായകരമാകും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കയറ്റി അയക്കുന്നുണ്ട്, ഞങ്ങൾ കയറ്റി അയക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇത്തരം ഇന്തോനേഷ്യയിലേക്ക് 40,000 ടൺ സവാള കയറ്റി അയച്ചു. 40% ടാക്സ് കൂട്ടിയപ്പോൾ ഇന്തോനേഷ്യ തടഞ്ഞു വെച്ചു. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സവാള എന്ന് പറയുന്നത് പെരിഷബിൾ, സവാള തക്കാളിയൊക്കെ പെരിഷബിൾ ഐറ്റംസ് ആണ്. ഇതൊന്നും അധികം കാലം സൂക്ഷിച്ചു വെക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ ഒരു വസ്തു അവിടെ ഉത്പാദിപ്പിച്ച് അത് അവിടെ തന്നെ വിറ്റഴിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ കയറ്റി അയക്കുന്നത്. അപ്പൊ ഈ വസ്തു കയറ്റി അയക്കാതിരിക്കുമ്പോൾ അവിടെ വന്ന് കേടുവന്നു പോകുന്നു, അത് ചീഞ്ഞു പോകുന്നു. ഈ സവാളയൊക്കെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പൂപ്പലും അതുപോലെ തന്നെ മറ്റു കീടാണുക്കളുടെ അക്രമമൊക്കെ ഉണ്ടായിട്ട് അത് കേടുവന്നു പോകാൻ സാധിക്കും. അപ്പൊ ഈ വസ്തു എന്ത് ചെയ്യും? അപ്പോഴാണ് നിങ്ങൾ ഡൽഹിയിലൊക്കെ കാണുന്നത് ട്രാക്ടറിൽ കൊണ്ടുവന്ന് റോഡുകളിൽ കർഷകർ സവാളയും തക്കാളിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത്രയും വലിയൊരു കാഴ്ച കൂടി കണ്ട ആളുകളാണ് നമ്മളെന്നുള്ളതാണ്. ഇപ്പം എന്തായാലും ഇപ്പൊ ഈ ആഭ്യന്തര വിപണിയിൽ ന്യായവിലയ്ക്ക് അരി ലഭ്യമാക്കാനാണ് ഇന്ത്യ കയറ്റുമതി നിരോധനം കൊണ്ടുവന്നത്. പക്ഷേ എന്തായാലും അത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഇത് തുടരാനുമുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഇപ്പോഴുണ്ടാകുന്ന ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്നത് തെരഞ്ഞെടുപ്പ് കഴിയുക എന്നുള്ളത് മാത്രമാണ്. മറ്റൊന്നും അറിയില്ല ഇനി അതിനുള്ളിൽ എന്തെങ്കിലും ചർച്ചകൾ നടക്കുമോ എന്ന്. പക്ഷേ ഇതൊരു ആഗോള പ്രതിസന്ധിക്ക് സാധ്യത ഉണ്ടാക്കുന്ന കാര്യം കൂടിയല്ലേ? തീർച്ചയായിട്ടും. ശ്രീയാജി കുര്യാക്കോസ്.
അതെ, ഞാൻ ഇതിൽ ഒരു കാര്യം കൂടി പറയാം. റൌഫ് സാറ് കുറച്ച് എന്നെക്കാൾ കൂടുതലായിട്ട് അദ്ദേഹം സംസാരിക്കും. പക്ഷെ എനിക്ക് ഒരു ചെറിയ കാര്യം പറയാനുള്ളത്, ഇവിടെ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നയങ്ങൾ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ. അപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയും, ആരെയൊക്കെ അവരെ കൂടെ നിർത്താം എന്നുള്ളത് കൊണ്ട് ഇപ്പം ഈ പൊതുവിപണിയില് സവാളയുടെ വില നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സവാള കയറ്റുമതി നിർത്തലാക്കിയത് എന്നാണ് പറയുന്നത്. അതല്ല, ഈ നമുക്കറിയാം ഈ ഒരു കുറെ മാർക്കറ്റുകളുണ്ട് ഉത്തർപ്രദേശിലും അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ മാർക്കറ്റുകളുണ്ട്. ഈ മാർക്കറ്റിലുള്ള കുത്തക മറ്റേ ഇവരുണ്ട്, കുത്തക ആയിട്ടുള്ള മുതലാളിമാര്, അവരാണ് ഇത് എടുത്ത് ഹോൾസെയിൽ ആയിട്ട് വിൽക്കുന്നത്. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അവരുടെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട്, കർഷകരെന്ന് പറയുന്നത് പ്രവാസികളെ പോലെ തന്നെയാണ്. കർഷകരും പ്രവാസികളും ഒരുപോലെയാണ് ഏകദേശം. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല, വെറും വാഗ്ദാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പൊ കർഷകർ വോട്ടില്ലെങ്കിലും ഈ കുത്തക മുതലാളിമാരുടെ ഹോൾസെയിൽ ഡീലേഴ്സ് എന്ന് പറയും, അപ്പൊ അവരുടെ അവരെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അവർ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഈ ഓരോ വിപണിയിലും സാധനങ്ങൾ ലഭ്യക്കൂടുമ്പോൾ ഇവർക്ക് ഈ സാധനം വളരെ ചീപ്പായിട്ട് കർഷകരിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ഇപ്പൊ ഈ സവാളയൊക്കെ കയറ്റുമതി നിരോധിക്കുന്ന സമയത്ത് ഹോൾസെയിൽ ഡീലേഴ്സ് അവരിത് ചീപ്പായിട്ട് കർഷകരിൽ നിന്ന് വാങ്ങിക്കുകയാണ്. ഇപ്പൊ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുവിന്റെ ഉൽപാദന ചെലവ് പോലും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ശ്രീ റൌഫ്, ഇവിടെ നമ്മൾ വിട്ടുപോകാൻ പറ്റാത്തത് കാലാവസ്ഥ കൂടിയാണ്. അൽനീനോ പ്രതിഭാസം ഏതു തരത്തിലാണ് ഇതിനെയൊക്കെ ബാധിച്ചിരിക്കുന്നത് നമുക്കറിയാം. ഇന്ത്യയിൽ നിന്നാണ് 40% ഇറക്കുമതി, ലോകത്താകെ ഇറക്കുമതി ചെയ്യുന്ന അരിയുടെ 40% ഇന്ത്യയിൽ നിന്നാണ്. അപ്പം ഈ ആവശ്യമായ അരിയുടെ 30% സിംഗപ്പൂർ പോലും വാങ്ങുന്നത് ഇന്ത്യയിൽ നിന്നാണ്. പല രാജ്യങ്ങളും അത് ആശ്രയിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം പോലും ഉൽപാദനത്തെ ബാധിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വില ഉയരുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൽ വില ഉയരുകയും അതിൽ നിയന്ത്രണം കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടിലാകുന്നതും ഇല്ലെങ്കിൽ ദുരിതം അനുഭവിക്കാൻ പോകുന്നതും കർഷകരാണ്. ഇല്ലെങ്കിൽ അത് ഇവിടെ നടക്കുന്ന കച്ചവടം കൂടിയാണ് ഇല്ലാതാകുന്നത് എന്നൊക്കെ അറിയാം. അപ്പം അത്രയും വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് പരിസ്ഥിതിയിൽ നിന്നുണ്ടാവുന്ന ഇല്ലെങ്കിൽ ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നുണ്ടാവുന്ന പ്രശ്നം കൂടി ഇതിനെ ബാധിക്കുമ്പോൾ ഇത് എത്ര രൂക്ഷമായിട്ടുള്ള ഒരു വിഷയമായി മാറാനാണ് സാധ്യത? എന്നോടാണ് ചോദിക്കുന്നത്. അതെ, ശ്രീ റൌഫ്. അതെ, തീർച്ചയായിട്ടും നമുക്കറിയാം. ഇപ്പോ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് മൊത്തം ഗാഡ് കരാറൊക്കെ വന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഈ സാധനങ്ങൾ ഇപ്പൊ ബസ്മതി അരി നിരോധിച്ചു. ആ ബസ്മതി അരിയുടെ നിരോധനം മാറ്റണം എന്ന് പറയുന്നത് FAO പോലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ പോലുള്ള UNO അവരൊക്കെ ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഈ നയനിലപാടുകളെ കുറിച്ച് അവർ പറയുന്ന അവരുടെ പഠനം അനുസരിച്ച് അവർ പറഞ്ഞിട്ടുള്ളത് ലോകത്ത് ഭക്ഷ്യസുരക്ഷ നിലനിർത്തണമെങ്കിൽ ഇന്ത്യ ഈ കയറ്റുമതി നിരോധനം പിൻവലിക്കണം എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അതിന്റെ ഇമ്പാക്ട് എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ബാധിക്കാത്ത US ഒന്നും അത് ബാധിക്കാത്ത ഒരു രാജ്യമാണ്. പക്ഷേ ഇത്തരത്തിൽ ഇത് തുടർന്നു പോയാൽ, നിരോധനം നീണ്ടുപോയാൽ US-നെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തില്ലേ കാര്യങ്ങൾ? എല്ലാ ഭാഗങ്ങളിലേക്കും അത് ബാധിക്കും. ഇന്ന് ലോകത്തിന്റെ എല്ലാ സംഗതികളും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾക്ക് പോലും ബാധിക്കുന്ന രൂപത്തിലേക്ക് പോകുന്ന ഒരു കാര്യമായിട്ടാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കുറച്ചും കൂടെ അവരുടെ ആ ഒരു കാൽക്കുലേഷനും ആ ഒരു പ്രൊജക്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ പ്രവാസികളെ കാര്യം തന്നെ എടുക്കുക. ഇവിടെ ഇപ്പൊ അതിന് വില കൂടുന്നതിനനുസരിച്ച് ഇത്രയും പണം നാട്ടിലേക്ക് പോകുന്നത് കൂടെ ഇവിടെ തന്നെ ചെലവായി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ അഡ്വക്കേറ്റ് അജയ് കുര്യാക്കോസ് പറഞ്ഞ മാതിരി ഞങ്ങൾക്ക് ഇവിടെ ടാക്സുകളൊന്നുമില്ല. നമുക്കിപ്പോ യഥാർത്ഥത്തിൽ ടാക്സ് ഇമ്പോസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 40% ഇതിന്റെ മുകളിൽ ടാക്സ് അധികം തന്നെ അവർ നേരത്തെ ചുമത്തിയിട്ടാണ് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ കയറ്റുമതി തീരുവ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാലും മറ്റൊരു ഇൻഡയറക്ട്ലി അത് നമ്മുടെയൊക്കെ ബാധിക്കുന്ന ഒരു ടാക്സ് ആണ്. എന്നതുപോലെ ലോകത്തിനെ മൊത്തം പീനലൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് പോവരുത് എന്നുള്ളതാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ
ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇത്തരം വിഷയങ്ങൾ നേരത്തെ ഇവിടെ അഡ്വക്കേറ്റ് അജയ് കുര്യാക്കോസ് പറഞ്ഞപ്പോൾ ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത്രയും കാലം ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും എനിക്ക് തോന്നുന്നില്ല ഇതുപോലെ ഒരു ചർച്ച മാധ്യമങ്ങളിൽ ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഒരു തലത്തിലേക്ക് ഇതിനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. ചർച്ചയാകും. കാരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രവാസികളുടെ വിഷയം കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട്. ഈ കയറ്റുമതി വിഷയത്തിലൊക്കെ ഇതെല്ലാം ഇപ്പൊ ഒരാൾക്ക് ശമ്പളം, ആ ശമ്പളം കൂടിയിട്ടില്ലാത്ത അവസ്ഥയിൽ നിന്ന് അവരുടെ ശമ്പളം യഥാർത്ഥത്തിൽ കുറക്കുന്ന രൂപത്തിലേക്കുള്ള അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായി കണ്ടുകൊണ്ട് തന്നെ പ്രവാസി സംഘടനകളും മാധ്യമങ്ങളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞാനടക്കമുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങൾ ഇടപെടലുകൾ വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ അഡ്വക്കേറ്റ് അജയ് കുര്യാക്കോസ്, ശ്രീ അതുൽ റൌഫ് കൊണ്ടോട്ടി. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം.